മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിന് കിട്ടിയിട്ടുള്ള ഒരു രണ്ട് വലിയ സ്കൂള്, യൂണിവേഴ്സിറ്റീസ് എന്നല്ല പറയാൻ പാടില്ല, രണ്ട് തരത്തിലുള്ള സിസ്റ്റങ്ങളിലാണ് ആ മനുഷ്യർ എന്നുള്ള നിലയ്ക്ക്, ആക്ടറായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അവർ വർക്ക് ചെയ്യുന്നത് രണ്ട് സിസ്റ്റങ്ങളിലാണെന്നാണ് എനിക്ക്, ഞാൻ ഈ ഒരു കാഴ്ചക്കാരൻ, പഠിതാവ് എന്നുള്ള നിലയ്ക്ക് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം മമ്മൂക്ക ഒരു രൂപം കൊണ്ട് വ്യത്യസ്തമായിട്ട് കഥാപാത്രങ്ങളെ ഇത്രയ്ക്കും വ്യത്യസ്തത തന്നിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടാവില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു പൊന്തന്മാടയല്ല, ഒരു ഭാസ്കര പട്ടേൽ, ഈ പാലേരി മാണിക്യത്തിലെ 3 വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഒരു സിനിമയിൽ ചെയ്യാനായിട്ടുള്ള രീതി. ഇപ്പം അവസാനം ഇപ്പം നമ്മുടെ ഈ ഭ്രമയുഗത്തിൽ പോലും നമ്മളെ വിശ്വസിപ്പിക്കുകയാണ് അത് ആ കഥാപാത്രമാണ്, മമ്മൂക്കയാണെന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ലല്ലോ. അത് അങ്ങനെ മാറാനുള്ള ഒരു ശേഷി, ശബ്ദം കൊണ്ടും ആകാരം കൊണ്ടും മാറാൻ കഴിവുള്ള ഒരു ആള് അവിടെ നിൽക്കുന്നു. ഇപ്പോൾ മോഹൻലാൽ സാറിൻ്റെ കാര്യം പറയുമ്പോൾ ഇമോഷൻ എന്ന് പറയുന്നതിനെ ഇത്രയ്ക്കും ആഴത്തിൽ ഉൾക്കൊള്ളാനുള്ള കഴിവ്, ഓരോ കഥാപാത്രത്തിൻ്റെയും ഇമോഷനെ നമ്മൾക്ക് അത് കഥാപാത്രം എന്തോ അഭിനയിക്കല്ല, അതാ ജീവിതമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് എന്നുള്ളത് തോന്നിപ്പിച്ചു തരാനുള്ള കഴിവുള്ളതാണ് ലാൽ സാർ എന്ന് പറയുന്നത്. ആ കഴിവ് പലപ്പോഴും ഇപ്പോൾ ലൊക്കേഷൻസിൽ നേരിട്ട് വർക്ക് ചെയ്തിട്ടുള്ള, അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ പലരും പറയാറുണ്ട്, വളരെ റിലാക്സ്ഡ് ആയിട്ട് നിന്നിട്ട് വളരെ പെട്ടെന്ന് കഥാപാത്രത്തിലേക്ക് അങ്ങനെ സ്വിച്ച് ചെയ്യുന്ന ഒരു ടെക്നിക്ക് കാലങ്ങളോളമുള്ള എക്സ്പീരിയൻസിന് മാത്രമേ അത് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറയുമ്പോൾ പലരും ഓക്കെ അതാണ് ആവശ്യം എന്ന് വിചാരിച്ച് തുടക്കക്കാർ തന്നെ ഭയങ്കര റിലാക്സ്ഡ് ഒക്കെ ആയിട്ട് നിന്നിട്ട് നേരെ അടുത്ത ഷോട്ടിലേക്ക് എത്തും. അപ്പോൾ ഞാൻ പറയും അതല്ല, അത് മോഹൻലാൽ. നമ്മൾ അതിലേക്കൊക്കെ എത്തണമെങ്കിൽ എത്രയോ കാലത്തെ പരിശീലനം, പരിശ്രമം ഉണ്ടായാലേ ആ സ്വിച്ചിങ് നടക്കുള്ളൂ.